Good morning, student. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Evaluate double integral r x square dy dx, where r is the region between y equal to x and y equal to x square. ഇത് ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ r x square dy dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ x square dy dx. നമുക്ക് y-യുടെ x-ന്റെ ലിമിറ്റ് കിട്ടണം. ലിമിറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്, x ഡാഷ് y ഡാഷ്. y ഈക്വൽ ടു x എന്നുള്ള ലൈൻ വരയ്ക്കാം. y ഈക്വൽ ടു x എന്നുള്ള ലൈൻ എന്താണ്? നമുക്ക് ഒറിജിനിലൂടെ വരയ്ക്കാം. ഇതാണ് ഒറിജിനിലൂടെ വരയ്ക്കുന്ന ലൈൻ y ഈക്വൽ ടു x. പിന്നെന്താണ്? y ഈക്വൽ ടു x സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ഈക്വൽ ടു 4ay എന്നുള്ള പരാബോളയാണ്. അതെങ്ങനെയാണത്? സിമെട്രിക് അബൌട്ട് ദി പോസിറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ്. പോസിറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ്. അപ്പൊ പരാബോള ഈ പരാബോളയുടെ കാര്യം എന്താണ്? y x സ്ക്വയർ ഈക്വൽ ടു 1 പരാബോള വെച്ചു. ഇനി നമുക്ക് ഈ റീജിയൻ കണ്ടെത്തണം. എന്താണ് നമ്മുടെ റീജിയൻ? ഇതാണ് നമ്മുടെ റീജിയൻ. ഇതാണ് നമ്മുടെ റീജിയൻ. ഈ റീജിയനില് ആദ്യം വൈയുടെ ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം? ഡി വൈ ഡി എക്സ് ആണെങ്കിൽ ഒരു സ്ട്രിപ്പ് വരയ്ക്കണം. ആ സ്ട്രിപ്പ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് വരച്ചു. അത് താഴെ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഈ പരാബോളയിലാണ് ടച്ച് ചെയ്യുന്നത്. പരാബോളയിൽ എന്താണ്? വൈ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടി? ലോവർ ലിമിറ്റ് എക്സ് സ്ക്വയർ. ഇത് അപ്പർ ലിമിറ്റ് മോൾഡ് പോർഷൻ എവിടെ ടച്ച് ചെയ്യുന്നെങ്കിൽ ലൈനിലാണ് ടച്ച് ചെയ്യുന്നത്. ലൈനിന്റെ പേര് എന്താണ്? y ഈക്വൽ ടു x. അപ്പൊ y-യുടെ ലോവർ ലിമിറ്റ് കിട്ടി x സ്ക്വയർ, അപ്പർ ലിമിറ്റ് x. ഇനി നമുക്ക് എന്ത് കിട്ടണം? x-ന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടണം. ഈ പോയിന്റ് നമുക്കറിയാം, 0 0 എന്ന് അറിയാം. ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ x സ്ക്വയർ ഈസ് ഈക്വൽ ടു y ആണ്. അപ്പൊ x സ്ക്വയർ ഈസ് ഈക്വൽ ടു y ക്ക് എന്ത് കൊടുക്കാം? x കൊടുക്കാം. അപ്പൊ x ഇൻറ്റു x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 വരും. x ഈസ് ഈക്വൽ 0 വരും. x ഈസ് ഈക്വൽ ടു 1. x 0 വരുമ്പോൾ y-യുടെ വാല്യൂ എത്രയാണ്? x ഈസ് ഈക്വൽ 0 വരുമ്പോൾ y-യുടെ വാല്യൂ 0 ആണ്. x ഈസ് ഈക്വൽ 1 വരുമ്പോൾ y-യുടെ വാല്യൂ എത്രയാണ്? y-യുടെ വാല്യൂ 1 ആണ്. അപ്പൊ ഈ പോയിന്റ് എത്രയും കിട്ടണം നമുക്ക്? ഈ പോയിന്റ് 1. അപ്പൊ നമുക്ക് x-ന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആക്സിസിൽ നോക്കുമ്പോൾ 0. അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? അപ്പർ ലിമിറ്റ് 1. അപ്പൊ x-ന്റെ ലോവർ ലിമിറ്റ് 0 കിട്ടി, അപ്പർ ലിമിറ്റ് 1 കിട്ടി. അപ്പൊ ഈ 1 കിട്ടാനായിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ പരാബോളയും ലൈനും കൂടി സോൾവ് ചെയ്തു. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് രണ്ട് വാല്യൂ കിട്ടും, 0യും 1ഉം. എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0, എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1. കാരണം എന്താണ്? y ഈസ് ഈക്വൽ ടു x ആണ്. അപ്പൊ നമ്മൾ ലിമിറ്റ് ഒക്കെ കണ്ടുപിടിച്ചു. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ 0 to 1 x സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയർ y. y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയർ y വരും. ലോവർ ലിമിറ്റ് എന്താണ്? x സ്ക്വയർ ആണ്. അപ്പർ ലിമിറ്റ് എന്താണ്? x ആണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1. ഇവിടെ നമുക്ക് y ക്ക് നമ്മൾ എന്ത് കൊടുക്കണം? x കൊടുക്കണം. അപ്പോൾ x സ്ക്വയർ ഇൻറ്റു x എന്ത് വരും? x ക്യൂബ്. ലോവർ ലിമിറ്റിന് y ക്ക് എന്ത് കൊടുക്കണം? x സ്ക്വയർ കൊടുക്കണം. അപ്പൊ x റേസ് ടു 4 വരും. Then dx. This is equal to, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 4/4. x ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 4/4. x raised to 4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x raised to 5/5. x ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to n ന്റെ ഫോർമുല ഉപയോഗിച്ച് x raised to n+1/n+1. അപ്പോൾ x raised to 4/4. x raised to 4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 5/5. ഈ ലിമിറ്റ് എന്താണ്? 0 to 1 ആണ്. അപ്പോൾ 1/4 മൈനസ് 1/5. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 5 മൈനസ് 4 ഡിവൈഡഡ് ബൈ 20. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1/20 എന്നാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ആൻസർ. 1/20 ആണ്. ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് ആദ്യം ചെയ്തു തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡബിൾ ഇന്റഗ്രൽ r x സ്ക്വയർ dy dx എന്നാണ്. അപ്പൊ ആദ്യം y-യുടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ x-ന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ തന്നിരിക്കുന്ന റിക്വയർമെന്റ്സ് കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ ഗ്രാഫ് വരച്ചു. ഗ്രാഫിൽ ആദ്യം പരാബോള വരച്ചു. പരാബോള y ഈക്വൽ ടു x സ്ക്വയർ ആണ്. സിമെട്രിക് അബൌട്ട് ദി പോസിറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ്. പോസിറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ്. y ഈക്വൽ ടു x സ്ക്വയർ എന്ന് പറഞ്ഞ പരാബോള സിമെട്രിക് അബൌട്ട് ദി
പോസിറ്റീവ് സൈഡ് ഓഫ് ദി വൈ ആക്സിസ്. അത് മാറിപ്പോകുന്നു. പോസിറ്റീവ് സൈഡ് ഓഫ് ദി വൈ ആക്സിസ്. ലൈൻ വരച്ചു. y equal to x എന്നുള്ളത് ഒറിജിനിലൂടെ ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് ഈ രണ്ട് പരാബോളയും ഈ ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷൻ ആണ് നമ്മുടെ റീജിയൻ. ആ റീജിയൻ കണ്ടെത്തി. അതിനുശേഷം നമ്മൾ ഈ പോയിന്റ് 0, 0 ആണ്. ഈ രണ്ട് പരാബോളയും ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്ത് ഈ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടി സോൾവ് ചെയ്തു. അപ്പൊ ഈ പോയിന്റ് നമുക്ക് എന്ത് കിട്ടി? 1, 1. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു റീജിയനിലെ ഒരു സ്ട്രിപ്പ് പാരലൽ ടു വൈ ആക്സിസ് വരച്ചു. അത് താഴെ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ പരാബോളയിലാണ് ടച്ച് ചെയ്യുന്നത്. പരാബോളയുടെ പേര് എന്താണ്? x square equal to y ആണ്. അപ്പൊ y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് x square. ഇത് മുകളിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ലൈനിലാണ്. അപ്പർ ലിമിറ്റ് x. അപ്പൊ ലോവർ ലിമിറ്റ് x square കിട്ടി, അപ്പർ ലിമിറ്റ് x കിട്ടി. ഇനി x ന്റെ ലോവർ ലിമിറ്റ് എന്താണ്? x ന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എത്രയാണ്? 1. ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ്. അത് ആക്സിൽ നോക്കുമ്പോൾ ഇത് 0, ഇവിടെ നമുക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ 1 വരും. അപ്പൊ 0 to 1. ഇനി നമ്മൾ ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയർ y വരും. x സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. x സ്ക്വയർ ഇൻറ്റു 1. ആ 1ന് പകരം കൊടുക്കണം y. x സ്ക്വയർ y. ലോവർ ലിമിറ്റ് x സ്ക്വയർ ആണ്, അപ്പർ ലിമിറ്റ് x ആണ്. y ക്ക് നമ്മൾ x കൊടുത്തു. അപ്പൊ x റേസ് ടു x ക്യൂബ് വരും. ഇവിടെ നമ്മൾ x സ്ക്വയർ ഇൻറ്റു y ആണ്. y ക്ക് x സ്ക്വയർ കൊടുത്തപ്പോൾ x ക്യൂബ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ x സ്ക്വയർ ഇൻറ്റു x സ്ക്വയർ x റേസ് ടു 4. x ക്യൂബ് മൈനസ് x റേസ് ടു 4 dx. ഇനി നമ്മൾ ഇത് x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x റേസ് ടു 4/4 വരും. x റേസ് 4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x റേസ് ടു 5/5 വരും. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to 1 ആണ്. 1/4 minus 1/4. That is 5 minus 4/20. That is answer will be 120. ഇതെങ്ങനെയാണ് ഇതിന്റെ ആൻസർ കിട്ടുക? ഇത് ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.